ഇന്ന് ഞാനൊരു മുളക് കറിയാണ് വയ്ക്കാൻ പോകുന്നത്. പച്ചമുളക് വെച്ചിട്ടൊരു കറിയാണ് വയ്ക്കാൻ പോകുന്നത്. മൊത്തത്തിലൊന്ന് പോയിക്കാൻ പോവാം. ചുമ്മാ പറഞ്ഞാണ്ട. ഈ മുളക് കറി വയ്ക്കുന്ന സമയത്ത് ഒരുപാട് എരിവുള്ള മുളക് എടുക്കരുത്, നമുക്ക് കറി കഴിക്കാൻ പറ്റില്ല. ഒരുപാട് എരിവില്ലാത്ത പിഞ്ച് പച്ചമുളക് എടുക്കാൻ പാടില്ല, അതിന് കയ്പുണ്ടാവും. അപ്പോൾ ഇതിന് രണ്ടിനും കൂടി ഇടയ്ക്കുള്ള നല്ല ഒരു എരിവായി വരുന്ന പാകത്തുള്ള മുളക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ഈ കറിക്ക്. അപ്പം ഈ കറി നമ്മൾ ഫിഷ് കറിയൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അത്യാവശ്യം നല്ല എരിവുമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. മുളക് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒത്തിരി ഒരു വെള്ളം മുളക് എടുക്കരുത്. നമുക്കെന്തായാലും കണ്ടിട്ട് വരാം വീഡിയോ. നമ്മുടെ സ്പെഷ്യൽ കറിക്കുള്ള ഐറ്റംസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 15 തൊട്ട് 20 വരെ പച്ചമുളക് നിങ്ങൾക്ക് എടുക്കാം എരിവിനനുസരിച്ചിട്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവോള, ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളി. ഇത്ര ഐറ്റംസ് ആണ് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ തളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ആദ്യം ആ പുളി ഒന്ന് നല്ലോണം സോക്ക് ചെയ്യണം. നല്ലോണം കുതിർത്തിട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കണം. അത് വേണം കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പച്ചമുളകിൻ്റെ തണ്ടൊക്കെ മാറ്റിയിട്ട് അത് നീളത്തിലൊന്ന് മുറിച്ചെടുക്കണം. ഫുള്ള് വിട്ടു പോകരുത് കേട്ടോ മുറിക്കുന്ന സമയത്ത്. ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി കേട്ടോ. 2 പീസാക്കി കളയണ്ട. പകുതിക്ക് ഇങ്ങനെ ഒരു പകുതി വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. എല്ലാ പച്ചമുളകും നമുക്ക് ഇങ്ങനെ എടുത്തു വയ്ക്കാം. ഇപ്പം എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ആ വെളുത്തുള്ളി ഞാൻ ചതച്ചാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത്, മുറിച്ചിട്ടല്ല. സവോളയും തക്കാളിയും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ചെടുക്കാം. മണ്ണിൻ്റെ ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായതിനു ശേഷം കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ആദ്യം ഇട്ട് കൊടുക്കുന്നത് സവോള അരിഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് മിക്സ് ആകുമ്പോഴത്തൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നല്ലൊരു മണം വരും. കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പം കറിവേപ്പിലയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പച്ചമുളക് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒത്തിരി എരിവുള്ള എടുക്കരുത്, ഒത്തിരി കയ്പുള്ള പിഞ്ചായിട്ടുള്ള മുളകും എടുക്കരുത്. ഇത് നല്ലോണം ഒന്ന് ചൂടാവണം. ചൂടായതിന് ശേഷം അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കാം. പുളിയും കൂടി ഒഴിച്ച് കഴിയുമ്പോൾ ഉപ്പിനി ആവശ്യമായിട്ടും അത് അന്നേരം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്, അതിന് ഒട്ടും എരിവില്ലാത്തതാണ്. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടി ഇട്ടിട്ട് ഈ ചൂടായ ചട്ടിക്കകത്ത് ഈ ഐറ്റംസിൻ്റെ കൂടെ ആ മസാല ഒന്ന് ഫ്രൈ ആവണം. ഒരുപാട് ആ മണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഒരു 5 മിനിറ്റ് മൂടി വെക്കുമ്പം തന്നെ നല്ലോണം മസാലയും നമ്മൾ ഇട്ട് കൊടുത്ത ഐറ്റംസും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ടാവും. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ തക്കാളി ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മസാല ഫ്രൈ ആയി കിട്ടൂല, അതങ്ങനെ പച്ച മണത്തോടു കൂടി തന്നെ ഇരിക്കും. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. ആ തക്കാളി ഒന്ന് ഉടയാൻ വേണ്ടിയിട്ട്, ചെറുതായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കാം. നമ്മൾ പുളി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒഴിച്ചു കൊടുക്കേണ്ടത് പുളിയുടെ വെള്ളം. പുളിയുടെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിക്കാം. 1.5 കപ്പ് വെള്ളം ഞാൻ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. ഈ കറി എന്ന് പറയുന്ന ഒരു തൊടുകറി പോലെയാണ് കേട്ടോ. അതായത് നമ്മൾ ഈ പച്ചടി കഴിക്കില്ല, ആ ഒരു ഇതിലാണ് ഒഴിക്കുന്നത്. സാമ്പാർ പോലെ ഒരുപാട് ഒഴിച്ച് കഴിക്കുന്ന ഒരു കറിയല്ല ഇത്. അപ്പം നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കണം. വേവിക്കുന്ന സമയത്ത് നല്ലോണം അത് കുറുക്കിയെടുക്കണം. ഒരുപാട് വെള്ളത്തിലായി പോകരുത്. നല്ലോണം വെന്ത പച്ചമുളകും പുളിയും തക്കാളിയുടെ ടേസ്റ്റും ഉപ്പും എല്ലാം കൂടി പിടിക്കുമ്പോഴത്തേക്കും നല്ലൊരു കറിയായിരിക്കും ഇത്. ഇപ്പോൾ 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം തിളയ്ക്കാൻ വിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട്. വെട്ടിത്തിളച്ചു. ഇതിന് കുറച്ചൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് ചെറിയ തീയിൽ നല്ലോണം തിളയ്ക്കണം. അപ്പം ഇത് നല്ലോണം കുറുകി വരും. ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഇനി ഒന്നും ചേർക്കേണ്ട. കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സൂപ്പർ പച്ചമുളക് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചോറിനോ ചപ്പാത്തിക്കോ ദോശയ്ക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി വെറൈറ്റി കറിയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും തന്നെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.